ഡോളി ചേച്ചി നമ്മൾ എന്തോരം കോഡ് സെറ്റാ കൊണ്ടുവന്ന ശരിക്കും എപ്പോഴെപ്പോഴും വീടിക്കത്ത് ഡോളി ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക എന്റെ ജോലിയില്ലേ. ഇത് നോക്കിയേ, ദാ ഇവിടുന്ന് ഈ ഒരു ഇവിടം വരെ ചേച്ചി കാണിച്ചു കൊടു. അവിടുന്ന് ഇങ്ങ് അറ്റം വരെ. മലയാളം കറക്റ്റ് നല്ലോണം ഒന്ന് തിരുത്തി പറ, എന്തുവാന്ന് വെച്ചാൽ എന്തോ എന്നും കൂടെ പറഞ്ഞ്. സാഗര സാഗരയില്ല, ചാകര. മലയാളം ഇനി പഠിപ്പിച്ചു കൊണ്ടുവന്ന കേട്ടോ കറക്റ്റ്. പിന്നെ എന്താ പറയാനുള്ള. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തുടങ്ങാം. നല്ല രസമുള്ള കോഡ് സെറ്റ് ആട്ടോ. പുറന്നോട്ട് നീക്കും, നല്ല രസമായിട്ടുള്ള. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഞാൻ അതിനകത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട്. ഇപ്പം വെയർ ഹൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനൊക്കെ ഭയങ്കര ഇതാട്ടോ. ഞാൻ പെട്ടെന്ന് പോയൊരെണ്ണം എടുത്തിട്ടുകൊണ്ട് വന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. അടിപൊളി ഐറ്റംസാണ്. ഞാൻ കാണിക്കട്ടെ, ഇതിനെക്കുറിച്ച് പറയട്ടെ. ഫസ്റ്റ് കളർ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടുള്ളൊരു കളർ കണ്ടോ, അടിപൊളിയാണ്. ഭയങ്കര സോഫ്റ്റ് ഫീലാട്ടോ. നല്ലൊരു കൂടിയ റേയോണാണ്, ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. നിങ്ങൾ എടുത്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ ഇതാണ്. സെക്കൻഡ് കളർ വരുന്നത് 980 മാത്രമേ ഉള്ളൂ പ്രൈസ്. 980 ആണ് കണ്ടോ. യെല്ലോ ഷെയ്ഡാണ് സെക്കൻഡ് കളർ. അടിപൊളിയായിരിക്കും, അടിപൊളി. നിങ്ങൾക്ക് എന്താ അറിയുക, ഞാൻ ഇത് എടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ എടുത്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫീൽ എന്തുവാണെന്ന്. ഇത് എടുത്തിട്ടുള്ളവർ, ഈ റയോൺ ടൈപ്പിൽ എടുത്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ, നല്ല രസമാണ്. അടുത്തത് കാണാം. അടുത്തത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം, അതല്ലായിരുന്നു ആദ്യം കാണിക്കേണ്ടത് എൻ്റെ ചേച്ചി. അപ്പോൾ ഫസ്റ്റ് അടുത്ത കളർ വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ ഞാൻ കാണിച്ചു ചേച്ചി കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കളർ കൂടെ ഉള്ളൂ, ആ കളർ കൂടെ കാണിക്കാം. അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ കളറ്, സൂപ്പർ കളറ്. സ്കൈ ബ്ലൂ എന്ന് പറയാം. സ്കൈ ബ്ലൂ ഒക്കെ നിങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ടോ? ഒരുപാട് സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ബ്ലൂ എന്ന് തന്നെ പറയാം, അതുപോലത്തെ ഒരു കളറ് കണ്ടോ. നിങ്ങൾ എടുത്തിട്ടില്ലായിരിക്കുമല്ലോ ഇങ്ങനത്തെ കളേഴ്സൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ദുപ്പട്ട ഇടാതെ വെയർ ചെയ്യുന്നവർക്കും അടിപൊളി തന്നെ ആയിരിക്കും. ഒരു ഓപ്പൺ ഷൂ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് യാത്ര പോകാനൊക്കെ എടുക്കാം. അതല്ല പെട്ടെന്നൊരു മാളിലോ എവിടെയെങ്കിലും ഒന്ന് കുഞ്ഞുങ്ങളുടെ സ്കൂളിലോ ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ഒരുപാട് വേണ്ടി വരും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ വരുമ്പോഴാലും ഇതുപോലത്തെയൊക്കെ ആയിട്ട് ഇട്ട് നമുക്ക് ഒരുപാട് അങ്ങ് ഭയങ്കര ഹെവിയുള്ള ഐറ്റമൊന്നും ഇടാത്തവരാണ്, എന്നെപ്പോലുള്ളവരായിരിക്കും കൂടുതൽ പേരുള്ളവർ. നമ്മളൊരു ഫംഗ്ഷന് മാത്രമല്ലേ ഹെവി ഇടത്തുള്ളൂ. മിസ്സാക്കരുത്. 980 വെർത്താണ്. പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.